ഹലോ നമസ്കാരം, എല്ലാവർക്കും ട്രാവൽ ടെക്കമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു തവണ ഇൻട്രോ പറഞ്ഞതാണ്, എന്നാലും മൂന്നാർ വന്നതിന് ശേഷമുള്ള ഒരു ഇൻട്രോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഇല്ലായിരുന്നു ആദ്യം തന്നെ. മൂന്നാർ വന്നതിന് ശേഷമാണ് നമ്മൾ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ പോകാമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ലൊക്കേഷനിലിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. ഇവിടെ നിന്നെയും ഞങ്ങൾ പോവാണ്. വെളുപ്പിനെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ചെറുകോൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 4 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ 10:30 ആയി ടൈം. 9:30 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തിയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ലൊക്കേഷനിൽ നിർത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതൊക്കെ ഒന്ന് എടുത്ത് റെഡിയായി സെറ്റായി വന്നപ്പോഴത്തേക്ക് പിന്നെ വണ്ടിക്കകത്ത് ഫ്യൂലില്ലായിരുന്നു. അപ്പം പെട്രോളൊക്കെ ഫില്ല് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇത്രയും ഇപ്പോൾ 10:30 ആയ സമയം. അപ്പം മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ നേരത്തെ ടോപ്പ് സ്റ്റേഷനിൽ ഇതിനു മുമ്പ് ഒരിക്കൽ വന്നപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. അടിപൊളി കാഴ്ചയാണ് അവിടുത്തെ, അസാധ്യ വ്യൂ ആണ് അവിടുത്തെ. ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എൻ്റെ കസിനാണ്, പ്രശാന്ത് എന്നാണ് പേര്. ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്നത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ തിരിച്ച് വീട്ടിൽ പോകും. ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്ത വയനാട് ട്രിപ്പാണ്. പക്ഷേ വയനാട് വീട്ടിൽ നിന്ന് ഒരു 372 സംതിങ് കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. 8 hours സംതിങ് ട്രാവൽ ചെയ്ത് നമുക്ക് അവിടെ എത്തണമായിരുന്നു. അപ്പം 2-3 ദിവസമായിട്ട് നല്ല ട്രാവലിംഗ് ആയിരുന്നു, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ അത് കാരണമാണ് കഴിയുന്നതും ഷോർട്ട് റൈഡ് നമ്മൾ ചൂസ് ചെയ്തത്. ഇതാകുമ്പോൾ 172 കിലോമീറ്ററൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് മൂന്നാർ തന്നെ ഡിസൈഡ് ചെയ്ത്. പിന്നെ മൂന്നാർ പണ്ടെപ്പോഴോ ഞാൻ ഒരൊറ്റ തവണ മാത്രമേ വന്നിട്ടുള്ളൂ ഈ ടോപ്പ് സ്റ്റേഷനൊക്കെ. അല്ലാതെ വന്നിട്ടുണ്ട്, മൂന്നാർ ടൗണൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. പക്ഷേ ടോപ്പ് സ്റ്റേഷന് ഞാൻ അങ്ങനെ ഒരൊറ്റ തവണ വന്നിട്ടുള്ളൂ. നല്ലൊരു സ്ഥലമാണ്. വീണ്ടും ഒന്നുകൂടെ കാണാനുള്ള ഒരു മോഹം ഇവിടെ വന്നപ്പോൾ തോന്നി. പ്രശാന്തിന് ഫസ്റ്റ് ടൈമാണ് ടോപ്പ് സ്റ്റേഷനൊക്കെ വരുന്നത്. മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറത്തെ യാത്രയുണ്ട് ടോപ്പ് സ്റ്റേഷനിലേക്ക്. ഏകദേശം 34 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട്. 1 മണിക്കൂർ യാത്രയുണ്ട്. അധികം താമസിപ്പിക്കുന്നില്ല, നമുക്ക് അവിടെ എത്തേണ്ടത് കൊണ്ട് ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. അവിടുത്തെ കാഴ്ചകൾ ചെന്നിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ എടുക്കുന്ന ഈ ഫോട്ടോസ് എല്ലാം നമ്മുടെ ട്രാവൽ ടെക് അമിഗോ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് എല്ലാവരും ലൈക്കും ഷെയറും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടേ ഉള്ളൂ, അതാണ് ഞാൻ ഹൈഡ് ചെയ്തിട്ടിരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഇനിയും ഗ്രോ ചെയ്യും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായേ മതിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുവരെ നമ്മളിവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ പലതരം വെറൈറ്റി ചായകൾ, റിപ്പിൾ ടീയുടെ എന്തോ ഒരു ചെറിയൊരു ഷോറൂമും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഉള്ളിൽ അവരുടെ സെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. തന്നെയല്ല ഇവരുടെ സ്പെഷ്യൽ കുറേ ടീസ് ഉണ്ട് ഇവിടെ, അതവർ സെയിൽ ചെയ്യുന്നുണ്ട്. ചായ മസാല ടീ ആണ് ഞങ്ങൾ രണ്ടുപേരും കുടിച്ചത്. സംഭവം കൊള്ളാം, സൂപ്പറാണ്. പക്ഷേ ഇവിടെ തണുപ്പായതുകൊണ്ടാണോ ചായ പെട്ടെന്ന് തണുത്തു പോകുന്നു അല്ലേ? ചായക്ക് വലിയ ചൂടില്ലായിരുന്നു. അവർ അന്നേരം തന്നെ പ്രിപ്പയർ ചെയ്ത് എടുത്തതാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം ഏറെക്കുറെ ഒന്ന് സെറ്റായി, തണുത്ത് സെറ്റായി. തന്നെ നമ്മുടെ ടീ ഫാക്ടറി വിസിറ്റും എല്ലാം ഇവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ അവിടെ കയറുന്നില്ല, എനിക്ക് എന്തെങ്കിലും ഒന്ന് കയറണമെന്നുണ്ട്. റിപ്പിൾ ടീയുടെ തന്നെ മാട്ടുപ്പെട്ടി ഫാക്ടറി, ടീ ഫാക്ടറിയാണിത്. അപ്പോൾ ഇവിടെ ഫാക്ടറി വിസിറ്റും കാര്യങ്ങളും എല്ലാം ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് അറിയത്തില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് വിസിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇവർ ചെയ്തു തരും. മൂന്നാറിൽ നിന്ന് ഇറങ്ങി പുതുക്കടി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അന്യ ഒരു സ്ഥലമാണ് കേട്ടോ. ഇതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കുറച്ച് ഭാഗമൊക്കെ. പക്ഷേ താഴെ എനിക്ക് തോന്നുന്നു മൊത്തം ഫാമിംഗ് ഏരിയാസ് ആണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നല്ലൊരു വ്യൂ കാണാം. പിന്നെ മേളി മലയും അതിൻ്റെ അടിവാരത്ത് കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ. അവിടെ ഒരു സ്കോട്ട്ലൻഡിലൊക്കെ കാണുന്ന കൂട്ടത്തെ കുറേ ഫീൽഡും കാര്യങ്ങളൊക്കെയാണ് അവിടെ കുറേ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. നമ്മുടെ വീല് സൈഡിൽ ഇവിടെ ഉരയുന്നുണ്ട്. ഇത് കണ്ട ഈ പാടുണ്ട്. ഇതെവിടെയാണ് പ്രസ് ആവുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല, അറിയാൻ പറ്റുന്നില്ല. ഇവിടെ അടുത്ത് ചോദിച്ചപ്പോൾ അടുത്തെങ്കിലും വർക്ക്ഷോപ്പില്ല. വർക്ക്ഷോപ്പ് ഉള്ളത് ഇനി മൂന്നാർ ടൗണിൽ തന്നെ തിരിച്ചു പോകണം.
അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3/4 ഭാഗം കവർ ചെയ്ത് നമ്മുടെ ടോപ്പ് സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഇനി മൂന്നാറിലേക്ക് തിരിച്ചു പോകുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ യാത്ര മുടങ്ങി. എന്തായാലും ടയർ കുറച്ചുകൂടെ നിൽക്കുമെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ പുറകിൽ വെയിറ്റ് കയറി അതെവിടെ ഉരസുന്നുണ്ട് ആ സാധനം. അതും കൂടെ ചെറിയൊരു ടെൻഷനായി ഇപ്പം. എന്തായാലും നമ്മൾ റിസ്ക് എടുത്ത് ഇത്രയും ദൂരം വന്നതല്ലേ, ഇനി നമുക്ക് തിരിച്ചും പോകേണ്ടതല്ലേ. അപ്പോൾ അത് കാരണം നമ്മുടെ ഒരു ചെറിയൊരു ടെൻഷൻ അത് വഴി വെക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. പുതുച്ചടിയിൽ എവിടെയോ ഏതോ ഒരു മെക്കാനിക് ഉണ്ടെന്നാണ് പറഞ്ഞത്. മെക്കാനിക്കല്ല, ചെറിയ ചെറിയ മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്യുന്ന ആളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളിയെ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ടോപ്പ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് മൂന്നാർ വന്നിട്ട് അവിടെ എവിടെയെങ്കിലും കാണിക്കാമെന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഏതായാലും നമുക്ക് പോയി നോക്കാം.